ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 36ാമത്തെ ദിവസം. സംഭവ ബഹുലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതിനേക്കാൾ കൂടുതൽ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളായി മാറുന്നു എന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഇവരുടെ വേക്കപ്പ് ഡാൻസാണ്. എണീറ്റ ഉടനെ ഡാൻസും പരിപാടിയൊക്കെയാണ്. ആ ഡാൻസിനിടയിൽ നമുക്ക് പുതുതായി ഉരുത്തിരിഞ്ഞ് വരുന്ന ചില ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ചില പ്ലാനുകളൊക്കെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഒരുമിച്ച് നടത്തുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ അനു, പ്രവീൺ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡാൻസാണ്. അത് ശ്രദ്ധിക്കേണ്ടത്. സാബുമാൻ ഇതിനെക്കുറിച്ചൊരു ഒബ്സർവേഷൻ പറയുന്നുണ്ട്. അവിടെയാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. നെവിൻ മസ്താനി കോംബോ, അവരുടെ കോംബോ നമ്മൾ കുറച്ചായി കാണുന്നു. ഈ കഴിഞ്ഞ ദിവസം അനുമോളും ജിസയിലും ഒക്കെ മസ്താനിയുടെ ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് നെവിൻ അഭിനയിച്ച് കാണിക്കുന്നത് മുതൽ ഇങ്ങോട്ടേക്ക് നെവിന് മൊത്തത്തിൽ വൈൽഡ് കാർഡ് എൻട്രീസിനടുത്തേക്ക് ഒരു ചായ്വ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാളുടെ ഡിസിഷൻസിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അയാൾ കൂടുതൽ അനുമോളോടും വൈൽഡ് കാർഡ് എൻട്രീസിനോടും അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനോട് ഈ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാൻ തോന്നുന്നു. പിന്നെയാണ് ഈ ദിവസത്തെ വളരെ ദൈർഘ്യമേറിയ ഒരു വഴക്ക് തന്നെ നമ്മൾ കാണുന്നത്. സംഭവം വളരെ സിമ്പിളാണ് നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതായത് രാത്രി ഈ വെസൽ ടീം അവരുടെ പാത്രങ്ങളൊന്നും ക്ലീൻ ചെയ്ത് വെക്കാതെ കിടന്നുറങ്ങി. അതിൻ്റെ ഭാഗമായി രാവിലെ അടുക്കളയിലേക്ക് എത്തുന്ന ജിസയിൽ കാണുന്നത് ചായ വെക്കാനുള്ള പാത്രം പോലുമില്ല. ഒറ്റ പാത്രവും അവിടെ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ വെസൽ ടീം എന്തുകൊണ്ട് വാഷ് ചെയ്തില്ല? ഇതാണ് ചോദ്യം. ആ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മസ്താനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മസ്താനിയോട് അത് ചോദിക്കുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ, ആസ് എ വെസൽ ടീം ക്യാപ്റ്റൻ, ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഏറ്റവും നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ മറുപടി ചോദ്യമാണ് മസ്താനി ചോദിക്കുന്നത്. അത് കഴുകി വെച്ചായിരുന്നില്ലേ എന്നുള്ളത്. ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് ജിസയിൽ ഇതിനെക്കുറിച്ച് മസ്താനിയോട് സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ശരിക്കും ആ സിങ്ക് കാണിച്ചിരുന്നുണ്ട്. പാത്രങ്ങളൊക്കെ കൂനി കൂടിയിരിക്കുന്നത്. സത്യം പറയട്ടെ, ജിസയിൽ നാറുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ള ഒരു നാറ്റുവടി ഉണ്ടല്ലോ, അതൊന്നുമല്ല. നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു അലർജി ഉണ്ട്. നിങ്ങൾ രാവിലെ എണീറ്റ് എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പോൾ എല്ലാവർക്കും ഒന്നും വേണ്ട, അവനവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഈ തലേ ദിവസത്തേക്ക് പാത്രങ്ങൾ കഴുകാതെ അടുക്കി വെക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനുണ്ട്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ബിഗ് ബോസ് ആ വിഷ്വലി കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഇട്ടിട്ട് പോകാൻ എങ്ങനെയാണ് വെസൽ ടീമിന് മനസ്സ് വരിക എന്ന് പറയുന്നൊരു ചോദ്യമില്ലേ? പക്ഷേ മസ്താനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും പിന്നീട് ഡിസ്കഷനിലൊക്കെ ഇവരിതിനെ വളരെ ഉദാസീനമായി നോക്കിക്കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള 2 ദിവസവും ലാലേട്ടൻ അവിടെ വന്ന് ഇവർക്ക് സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തത് മക്കളെ അത് കഴുകി വെക്കണം, ക്ലീൻ ചെയ്യണം, ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയത്, ഞാൻ ഇതുവരെ ഉള്ളതിന് നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനിയും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്നല്ല. എന്തായാലും അടുക്കളയിലേക്ക് വരുന്ന ബിന്നിയെയും മസ്താനിയെയും നോക്കി ജിസയിൽ ചോദിക്കുന്നത്, ബിന്നി നിനക്കിത് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു എന്നുള്ളതാണ്. നീ ഇവിടെ സീനിയർ അല്ലേ? ചിലപ്പോൾ മസ്താനിക്ക് ഈ കാര്യം അറിയില്ല. ആ സമയം മുതലാണ് ബിന്നി അങ്ങോട്ട് ഒരുപാട് ഒരു ബേസ് ഇല്ലാത്ത ന്യായീകരണങ്ങൾ നിരത്തുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടുത്തെ അടിസ്ഥാനപരമായി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ വീഴ്ച എന്നൊക്കെ പറയുന്നത്, 2 ടീമുകൾ ചേർന്നിട്ടാണ് അവിടുത്തെ അടുക്കള മൊത്തത്തിൽ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അടുക്കളയുടെ കൈകാര്യം എന്ന് പറയുമ്പോൾ അടുക്കളയിൽ പാചകവും വൃത്തിയാക്കലും ഒരുമിച്ച് തന്നെ വരും. പക്ഷേ അവിടെ ഇത് 2 ടീമായിട്ടാണ് ചെയ്യുന്നത്. കുക്കിങ്ങിന് ഒരു ടീമുണ്ട്, വെസൽ എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി മറ്റൊരു ടീമുണ്ട്. ഈ 2 ടീമും ഹാൻഡ് ഇൻ ഹാൻഡ് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടികളൊക്കെ വളരെ എളുപ്പമായിരിക്കും, വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അതിൽ ഇപ്പോൾ വെസലിൻ്റെ ടീം മസ്താനിയാണ്. മസ്താനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കോർഡിനേഷൻ തഥൈവയാണ് എന്നുള്ളത് 100% നമുക്കറിയാവുന്നതാണ്. രാവിലെ എണീറ്റ് ഈ പറയുന്ന പാത്രങ്ങളൊക്കെ കണ്ട് ജിസയിൽ വന്ന് പറയുന്നത് അവിടെ ഉറുമ്പ് വന്നു, ഈച്ച വന്നു എന്ന് പറയുന്നത് പോലത്തെ പരാതികളാണ്. അപ്പോൾ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, എത്ര വൈകിക്കഴിഞ്ഞാലും വെസൽ ടീം പാത്രങ്ങൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്. പിന്നീട് ആ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്ന എല്ലാവരോടും കാണിക്കേണ്ട ഒരു മര്യാദയാണ്. കാരണം ആ കിച്ചൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് AC ആണ് കംപ്ലീറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിട്ടാൽ അതിനകത്തൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം വരെ എടുത്തു വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് മുഴുവൻ അലമ്പാക്കി ഇടുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് മസ്താനിയുടെയും മറ്റ് ടീം അംഗങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയാണ്. ഒരു കോർഡിനേഷൻ നടന്നിട്ടില്ല എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്താണ് അവർ തലേന്നത്തെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വരുന്നവർക്ക് എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിനാണ്. ആളുകൾ വന്ന് ഏറ്റവും അകത്തൊക്കെ കയറുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഫ്രണ്ടിൽ ആ ഒരു കൗണ്ടറിൽ വെക്കുന്നത്. അങ്ങനെ വെച്ചിരുന്ന കറിപ്പാത്രവും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ആ കറിപ്പാത്രം എന്താണ് കഴുകാത്തതെന്ന് ജിസയിൽ ചോദിക്കുമ്പോൾ ബിന്നിയുടെ ചോദ്യം, അത് അവിടെ വെച്ചാൽ ഇനി ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? അത് വെസൽ ടീം പാത്രം കഴുകുന്നിടത്ത് കൊണ്ട് വെച്ചാലേ എനിക്ക് കഴുകാൻ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ 2 ടീമും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പരസ്പര ധാരണയിൽ പോയില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അങ്ങനെ തുറന്നു വെക്കുന്ന കൗണ്ടറിൽ വെച്ചിരിക്കുന്ന കറിപ്പാത്രം രാവിലെ എടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് കോമൺ സെൻസിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ ആ സമയത്ത് എൻ്റെ
വാദം ജയിക്കണം, എൻ്റെ ടീമല്ല നിങ്ങളുടെ ടീമാണ് അതിൽ ഉത്തരവാദിയായത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആർഗ്യൂ ചെയ്ത് സമയം കളയലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മാത്രമല്ല രാവിലെ ഇപ്പോൾ അടുക്കളയിലേക്ക് വരുന്ന ഇത് ഇത്രയും കാര്യം അവിടെ നിൽക്കുമ്പോൾ പോലും ഇതിൽ യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല. പക്ഷേ ഇത്രയും കാര്യം അവിടെ നിൽക്കുമ്പോഴും രാവിലെ വന്ന് എല്ലാവർക്കും ചായ ഇടാനുള്ള പാത്രം പോലും അവിടെ കഴുകിയ അവസ്ഥയിലില്ല. 2 പാത്രമാണ് അവിടെ ചായ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. ഇവരുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒന്നൊരു ചെറിയ പാത്രമാണ്, ഒരു 10 പേർക്ക് ചായ ഇടാൻ പറ്റും, മറ്റത് എല്ലാവർക്കും കൂടി ചായ ഇടാൻ പറ്റുന്ന ഒരു വലിയ പാത്രമാണ്. അപ്പോൾ ചായ ഇടാൻ പാത്രം ചോദിച്ചപ്പോൾ ജിസേലിന് പിന്നെ എടുത്ത് പെട്ടെന്ന് കഴുകി കൊടുക്കുന്നത് ചെറുതായത് കൂടി കൊണ്ടായിരിക്കും 10 പേർക്ക് ചായ ഇടാൻ പറ്റുന്ന ആ പാത്രമാണ് കൊടുത്തത്. ജിസേൽ അതിനകത്ത് 10 പേർക്കുള്ള ചായ വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ ചായ കൊടുക്കാൻ കപ്പ് വേണമല്ലോ. ആ കപ്പ് പലരും കുടിച്ചിട്ട് കഴുകാതെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിന് മുമ്പുള്ള ഒരു രീതി, അതായത് നമ്മുടെ നെവിൻ ക്യാപ്റ്റനായിട്ട് വരുന്നതിന് മുമ്പ് അവനവൻ്റെ കപ്പും പാത്രവും കഴുകി വെക്കാൻ പറ്റുന്നവർ കഴുകി വെക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുടേത് വെസൽ ടീം ക്ലീനാക്കി അതങ്ങനെ സെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ നെവിൻ ക്യാപ്റ്റനായി വരികയും മസ്താനിയെ ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരൊരു അപ്രഖ്യാപിത റൂൾ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. കാരണം അതൊരു കൃത്യം റൂൾ ആയിരുന്നെങ്കിൽ എല്ലാവരും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും പാലിക്കാത്തവരെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ഇനി അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ നടപടിയെടുക്കുകയും പോലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അവിടെ ഒരു റൂൾ അവർ സെറ്റ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ കപ്പും പാത്രമൊക്കെ അവനവൻ തന്നെ കഴുകണം, ഇവർ കഴുകില്ലാന്ന്. എന്തായാലും രാവിലെ കട്ടൻ ചായ വെക്കുന്ന സമയത്ത് ഈ കപ്പുകൾ കഴുകി കിട്ടണം. ഇപ്പോൾ ജിസയിൽ കപ്പുകളും കൂടി വേണമെന്ന് പറയുമ്പോൾ ബിന്നി പറയുന്ന ന്യായം, അവനവൻ്റെ കപ്പ് കഴുകി വെക്കാതെ പോയ ആളുകൾ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ കുടിച്ചാൽ മതി, ഞങ്ങൾക്കത് പതുക്കെ കഴുകിയേ തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അവിടെയും ഈ പറയുന്ന വാശിക്കപ്പുറത്തേക്ക് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച, അതൊരു നിയമമായി പ്രഖ്യാപിച്ചില്ല എന്നുള്ളതും അതൊരു നിയമമായി അനുസരിക്കാൻ എല്ലാവരെയും അവർ ഫോഴ്സ് ചെയ്തില്ല എന്നുള്ളതുമാണ്. നിയമം വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് നിയമം ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുകയും കൂടി വേണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കണ്ടെത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരൊരു പരിഹാരം കണ്ടെത്തുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അവനവൻ്റെ പ്ലേറ്റും കപ്പും അവനവൻ കഴുകി വെക്കണം എന്ന് പറയുന്നൊരു റൂൾ അവർ അത് നിർബന്ധമാക്കുകയാണെങ്കിൽ അത് ആരൊക്കെയാണോ ചെയ്യാത്തത് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരെ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്ന് അവരുടെ പുറകെ നടന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇവിടെ അത് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഈ കപ്പ് കഴുകി വെച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്, കഴുകി വെക്കാതെ പോകുന്ന ആളുകളുണ്ട്. ആരൊക്കെയാണ് കഴുകി വെക്കാത്തതെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്നിവർ പറയുമ്പോൾ ഇതൊരു അനീതിയാണ്. കാരണം കപ്പ് കഴുകി വെച്ചിട്ട് പോയ ഒരാൾ രാവിലെ വരുമ്പോൾ അയാൾക്ക് ചായ കുടിക്കാൻ കപ്പില്ല എന്ന് പറയുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോരുത്തരുടെയും കപ്പും പാത്രമൊക്കെ ഇന്ന ആളുകളുടേതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർക്കുകൾ ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ആശയം, എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ ക്യൂടെക്സ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അത് വെച്ചുകൊണ്ട് ഈ കട്ടിലിൻ്റെ മുകളിൽ നമ്മുടെ അനീഷ് എഴുതുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പേര്. അതുപോലെ എന്തുകൊണ്ട് എല്ലാ കപ്പിൻ്റെയും അടിയിൽ ജസ്റ്റ് ഒരു ആൽഫബറ്റ് എഴുതേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഇവർ ആ ഹൗസിൽ നിന്ന് പോകുന്നത് വരെ അവരുടെ ആ ഒരു കപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെയായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ താഴെ ഒരു പേര് എഴുതിക്കൂടാ, ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് കഴുകാത്തതെന്നും ആരൊക്കെയാണ് ഈ വൃത്തിയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണ കിട്ടും. അപ്പോൾ കിച്ചൺ ടീമിനും വെസൽ ടീമിനും ഒക്കെ നടപടിയെടുക്കാനും എളുപ്പമുണ്ട്. ഇനി അതും അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുകാത്ത ആളുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെനക്കേടും എല്ലാം വെച്ചുകൊണ്ട് ഇത് വെസൽ ടീം തന്നെ അങ്ങ് കഴുകി വെക്കാം എല്ലാവരുടെയും കപ്പും പാത്രങ്ങളും എന്നൊരു തീരുമാനമെടുക്കാം. പക്ഷേ അത് പറ്റില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ആകെ മൊത്തത്തിൽ ഇവിടെ പരിഹാരമില്ല. പലഹാരം കഴിച്ചിട്ട് വഴക്കുണ്ടാക്കാമെന്ന് പറയുന്ന പോലെ ഒരു വഴക്കിടൽ കാര്യം മാത്രമായിട്ട് ഇത് ഒതുങ്ങി പോവുകയാണ്. എന്നാൽ ഇത് ആ ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവുമാണ്. ഇതിനിടയിൽ ഈ കട്ടൻ ചായ വെക്കുന്ന ജിസേലിൻ്റെ അടുത്ത് ഒനീൽ വന്ന് നിൽപ്പുണ്ട്. ഒനീൽ ആ അടുപ്പിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച കറയൊക്കെ രാവിലെ ഇരുന്ന് ചുരണ്ടാണ്. അതൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥലത്താണല്ലോ ഇനിയും കുക്ക് ചെയ്യാൻ പോകുന്നത്, ഇത് ഇനിയും ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഏരിയയാണല്ലോ. 10-20 പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഉറുമ്പും ഈച്ചയും കൂടി വന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ പഴയതും ഒക്കെ മിക്സ് ചെയ്തിരിക്കുന്ന കഴുകാത്ത പാത്രങ്ങൾ ഇരിക്കുന്ന, ഇതിനുശേഷം വളരെ ശ്രദ്ധേയമായൊരു വഴക്ക് വരുന്നത് മിനിഞ്ഞാന്ന് റൊട്ടി ഉണ്ടാക്കിയ പാത്രം നീ ഇന്നാണോ കഴുകിയതെന്ന് പറഞ്ഞ ചോദ്യമായിട്ട് അക്ബർ വരുന്നുണ്ട്. അക്ബറിന് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ജിസയിലോ മറ്റോ ആണ്. 2 ദിവസം പഴക്കമുള്ളൊരു പാത്രം അവിടെ അപ്പോഴും കഴുകാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പകരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെയാണ് ഇവർ ഈ കിച്ചൺ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെസൽ ടീമും കിച്ചൺ ടീമും തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല. വെസൽ ടീമിന് കൃത്യമായ നിയമവും ഇല്ല. ഇനി നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ അവർക്ക് മെനക്കെടാൻ വയ്യ. ഈ കപ്പെല്ലാം കഴുകിത്ത എന്ന് ജിസയിൽ പറയുന്ന സമയത്ത് ബിന്നി പറയുന്നത് നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ ഡീൽ ചെയ്യുന്നത് പോലെ ഇവരെ വളർത്തല്ലേ, അങ്ങനെ കപ്പ് കഴുകാൻ വയ്യാത്തവർ വൈകി ചായ കുടിച്ചാൽ മതി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് ഈ ചായ ഇട്ടതിന് ശേഷമുള്ള ഒരു വിഷയം അവിടെ പൊങ്ങി വരുന്നത്. കാരണം 10 പേർക്ക് ചായ ഇടാൻ പറ്റുന്ന ചെറിയ പാത്രമാണ് ജിസേലിന് അവർ ആദ്യം കൊടുത്തത്. ജിസേൽ അതിൽ 10 പേർക്കുള്ള ചായ ഇട്ടു. അതിനുശേഷം ആദ്യം വെച്ച ആ ചായ 10 കപ്പുകളിലായിട്ട് അവർ നിറച്ചു വെച്ചു. അതായത് ആവശ്യക്കാർ എടുത്ത് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒഴിച്ചു വെച്ചു. ആവശ്യമുള്ളവർ അത് എടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. പിന്നീട് ബാക്കിയുള്ള 10 പേർക്കുള്ള ചായ വെക്കുന്നത് റെനയാണ്. പക്ഷേ ബിന്നി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് ജിസേൽ ആദ്യം വന്ന് ജിസേലിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് ആമ്പിളേർക്കൊക്കെ ചായ
വെച്ചിട്ട് പോയി, പിന്നീട് ബാക്കിയുള്ളവർക്ക് ചായ വെച്ചില്ല. അത് ബിന്നി ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് റെന ചായ വെച്ചത് എന്നുള്ളതാണ്. പക്ഷേ ബിന്നി ചൂണ്ടിക്കാണിക്കാതെ തന്നെ റെന അവിടെ വന്ന് ചായ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത ആര്യനും അക്ബറും റെനയും ഒക്കെ പറയുന്നത് ബിന്നി ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. 10 പേർക്ക് ചായ വെക്കാനുള്ള ഒരു ചെറിയ പാത്രമേ ജിസേലിന് കിട്ടിയിട്ടുള്ളൂ. അതിൽ വെക്കാവുന്ന ചായ വെക്കുകയും അതവിടെ ഒഴിച്ച് മാറ്റി വെക്കുകയും അതിനുശേഷം ജിസേൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ റെനയാണ് ചായ ഇടുന്നത്. അപ്പോൾ അക്ബർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ചായ എടുക്കണം നിർബന്ധമാണെങ്കിൽ നീ വലിയ പാത്രം ആദ്യം കഴുകി കൊടുക്കില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബിന്നി പിന്നീടും കുറേ ന്യായങ്ങളുമായിട്ട് അവിടെ നിന്ന് അതൊരു അനാവശ്യ ബഹളത്തിലേക്ക് അതിനെ ക്യാരി ചെയ്യാണ് ഉണ്ടായത്. അവിടെ ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിക്കുന്നത് ലാലേട്ടൻ തലേ ദിവസം വന്ന്, അല്ലെങ്കിൽ തലേ ദിവസം അതിന് മുമ്പത്തെ ദിവസവും വന്നിട്ട് നമ്മുടെ മസ്താനിയെയാണ് നല്ലോണം പൊരിച്ചെടുത്തത്. കാരണം അവരുപയോഗിച്ച ഭാഷ, അതുപോലെ ജോലി ചെയ്യാനുള്ള മടി, അതിൽ കാണിക്കുന്ന അലസഭാവം, ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാലേട്ടൻ അത്രയും പറയുമ്പോഴും ഈ പ്രശ്നം സംഭവിക്കുന്ന സമയത്ത്, അതായത് ഇത് വെസൽ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് ബിന്നി ഒരു വിഷയം കുത്തിപ്പൊക്കുകയാണ്. വേണമെങ്കിൽ മസ്താനിക്ക് അവിടെ ഇടപെടാമായിരുന്നു. പക്ഷേ മസ്താനി അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയും ഇത് കണ്ട് ചിരിച്ചിട്ട് അവിടുന്ന് ആ സീനിൽ നിന്ന് എസ്കേപ്പ് ആവുകയുമാണ് ചെയ്തത്. അത് ബിന്നി ഏറ്റെടുത്തല്ലോ, ഇനിയിപ്പോൾ ബിന്നി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദിലയും നൂറയും തമ്മിലുള്ള ഒരു നിയമവിരുദ്ധമായ കോൺവെർസേഷനാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതായത് ഇവർ ഈ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു റൂളുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ, മുമ്പായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല, കാരണം ഇവർ രണ്ടുപേരും ഒരു ടീമായിരുന്നു, ആദിലയും നൂറയും. പക്ഷേ ഇവർ ഇപ്പോൾ രണ്ടുപേരും 2 സെപ്പറേറ്റ് പ്ലേയേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ അവർ നോമിനേഷനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും നമ്മുടെ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ള നോമിനേഷൻ പവർ ഉണ്ട്. ഡയറക്റ്റ് എവിക്ഷനിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പവർ നൂറയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ആർക്ക് നേരെ ഉപയോഗിക്കണം എന്നുള്ള ചർച്ചയാണ് ഇവർ രണ്ടുപേരുടെയും ഇടയിൽ സംഭവിക്കുന്നത്. നെവിനെ കുറിച്ചാണ് ആദ്യം അവർ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. നെവിൻ ഓൾറെഡി വൈൽഡ് കാർഡ്സിനോട് ഒരു ചായ്വ് കാണിച്ചതുകൊണ്ട് എന്തായാലും കുറച്ച് ആളുകൾ നെവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു ധാരണയുടെ പുറത്ത് അവർ നെവിനെ ഒഴിവാക്കുകയാണ്. അതിനുശേഷം ആദിൽ ചോദിക്കുന്നത് ആര്യൻ വേണോ അഭിലാഷ് വേണോ എന്നുള്ളതാണ്. ഈ അഭിലാഷ് വൻ ക്രൂക്കഡ് ആണെന്ന് പറയുന്ന ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ഇവരുടെ പറച്ചിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഈ നോമിനേഷൻ്റെ സമയം നോക്കുകയാണെങ്കിൽ അവിടെ ജിസയിലാണെങ്കിലും അഭിലാഷിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്നുള്ളതല്ല, അഭിലാഷ് പ്രശ്നങ്ങൾ ആദ്യം നേരിട്ട് കാണിക്കില്ല. പക്ഷേ ആ പ്രശ്നത്തിന് ചിലപ്പോൾ വേറൊരാളോട് പിരികേറ്റി അയാൾ ത്രൂ ഒക്കെ ആയിരിക്കും ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആദില നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് അഭിലാഷിന് ഒരു പവർ, സൂപ്പർ പവർ നൂറ കൊടുക്കാത്തതിൻ്റെ പേരിൽ നൂറ ഒരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ നൂറയോടുള്ള ദേഷ്യം ഇപ്പോൾ എന്നോടുള്ള ദേഷ്യമായി മാറി എന്നാണ് ആദില അവതരിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നൂറ പറയുന്നത് ആര്യനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, കാരണം എനിക്ക് ആര്യനെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ അക്ബറിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നത് അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ എന്നാണ്. കാരണം അക്ബറിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്യും. അപ്പോൾ കൈ കിട്ടിയിരിക്കുന്ന പവർ സൂക്ഷിച്ച് യൂസ് ചെയ്യൂ. ഒന്നുകിൽ എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പോകും ഉറപ്പുള്ള ഒരാളെ, അല്ലെങ്കിൽ ആരും നോമിനേറ്റ് ചെയ്യാത്ത ഒരാളെ. അങ്ങനെ നോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എളുപ്പമാകും എന്ന് പറയുന്നൊരു ഉപദേശമാണ് ആദില നൂറയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആരാ എന്ന് നൂറ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആര്യനൊരു ചാൻസ് ഉണ്ടെന്ന് ആദില പറയുകയും ഒന്നും പറഞ്ഞതാന്ന് നൂറ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ കോൺവെർസേഷൻ വളരെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു. അത് ബിഗ് ബോസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ആ സമയത്ത് മറ്റാരും അത് കേട്ടിട്ടില്ല. എന്തായാലും ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത് ആദില ബേബി ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനും ആലോചിക്കുന്നുണ്ട്, എടുത്ത് ചാടാതെ ആലോചിക്കൂ എന്നുള്ള ഉപദേശമാണ് ആദില കൊടുക്കുന്നത്. ഈ പരസ്പരമുള്ള തെറിവിളികളും അതുപോലെ അവഹേളിക്കലും അച്ഛന് വിളിയും ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് രസമുള്ള ഒരു ആർഗ്യുമെൻറ്റ് കണ്ടത് ഈ ആദിലയും നൂറയും കൂടി ചേർന്നുകൊണ്ട് അനീഷിനെ സുപ്രൂട്ടാന്ന് വിളിക്കുന്നുണ്ട്. സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് അയാളെ സുപ്രൂട്ടൻ എന്ന് വിളിക്കുന്നത്. എന്നെ ആ പേര് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നോട് കാണിക്കുന്ന നീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഇവരുടെ ഒപ്പം ചേരുമ്പോൾ ഷാനവാസ് ആ കൂട്ടത്തിൽ ചേരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് ബഹളം വെക്കുന്നുണ്ട് രാവിലെ ആദ്യം തന്നെ. അത് കഴിഞ്ഞ് പിന്നീട് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു പഴവും 2 ആപ്പിളും വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനീഷ് ഈ പഴം കുറച്ച് കടിച്ചതിന് ശേഷം ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആർഗ്യുമെൻ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ഷാനവാസ് സൈഡിൽ കൂടി വന്ന് ആ പഴമൊക്കെ മുറിച്ചെടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊരു ഒരു ഫൺ മൊമെൻ്റാണ്. ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴും സീരിയസ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളും പരസ്പരമുള്ള പാരവെപ്പുകളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇവർക്ക് കാണുമ്പോൾ എന്ത് രസമായിരുന്നല്ലേ എന്ന് ചോദിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു രസമുള്ള കാഴ്ചയായിട്ട് തോന്നി. എന്നാൽ അവിടെ ആരെയും അവഹേളിക്കുന്നില്ല, ഒരാളെയും ചീത്ത വിളിക്കുന്നില്ല, പുറകെ നടന്ന് ശല്യം ചെയ്യുന്നില്ല. അതൊരു കുഞ്ഞു പരിപാടിയായിരുന്നു. അനീഷിനെ സംബന്ധിച്ച് സുപ്രൂട്ട എന്നുള്ളൊരു വിളി, ഇതിനേക്കാളും എന്ത് മോശമായിട്ടുള്ള വിളിയൊക്കെ ഷാനവാസ് വിളിച്ച് പുറകെ നടന്നുണ്ട്. അനീഷിനെ അത് ബാധിക്കുന്ന വിഷയമല്ല, പക്ഷേ ഇതിനകത്തൊരു ക്യൂട്ട്നെസ് എലമെൻ്റ്
വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതിന് കുറച്ച് ക്യാമറ സ്പേസ് കിട്ടുമെന്നുള്ളതും ഒക്കെ അനീഷിന് നല്ല ധാരണയുണ്ട്. കാരണം എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറയുമ്പോൾ ആദിലെ നൂറേൻ തിരിച്ച് പറയുന്നത് ചേട്ടൻ എല്ലാവരും മരക്കഴുതാന്നൊക്കെ വിളിക്കാം, ഷാനവാസിനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ വിളിക്കാം, പക്ഷേ ചേട്ടനെ ആരും ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പലതും പണ്ട് ചെയ്തു പോയിട്ടുണ്ട്, ഞാനതൊക്കെ തിരുത്തി വരികയാണ്, അപ്പോൾ ചേട്ടൻ ഇതുവരെ ആരോടും സോറി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അർഹിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ന്യായമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അനീഷ് അതിനെ ഇങ്ങനെ ഒന്ന് പുകയാൻ അനുവദിച്ചുകൊണ്ട് അതൊരു സ്ക്രീൻ സ്പേസ് ആക്കി മാറ്റി എടുക്കുന്നുണ്ട്. എന്തായാലും രാവിലെ നടന്ന ആ ഒരു കോൺവെർസേഷൻ്റെ, അടുക്കളയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അക്ബർ ജിസൈലിനോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രോപ്പറായിട്ടൊരു റൂൾ ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ആ പ്രശ്നത്തിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പ്രശ്നത്തിനെ തൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ മാറിയിരുന്ന് കൊനഷ്ട് വർത്താനം പറയാമെന്ന് പറയുന്ന കാര്യം അനുമോൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. മാറിയിരുന്ന് പ്രവീണിനോട് സംസാരിക്കുന്നത്, ഈ അനുമോൾ പ്രവീൺ കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ പ്രവീൺ ശ്രമിക്കുന്നുണ്ടെന്ന് പിന്നീട് സാബുമോൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അനുമോൾ ഈ വൈൽഡ് കാർഡ് എൻട്രീസിനോടൊപ്പമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രവീണിനോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത്, രാവിലത്തെ ഡാൻസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ സമയം. അപ്പം അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നത് അല്ലെങ്കിലും ഈ ജിസയിൽ അങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് കൊടുക്കില്ല, ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത്. ആ ഒരു വിഷയം അടുക്കളയിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ച് കൃത്യമായ ധാരണ അവിടെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അപ്പോഴും അനുമോൾക്ക് ഈ ആൺ പെൺ വേർതിരിവ് പറഞ്ഞ് കുറച്ച് സദാചാരവും കൂടി അതിൻ്റെ കൂടെ കുത്തിക്കയറ്റി ഇച്ചിരി അവിഹിതവും കൂടിയൊക്കെ ചേർത്ത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമുണ്ട്. ആ ആശ്വാസം അനുമോൾ കണ്ടെത്തുന്നുണ്ട്. പ്രവീണാണ് ആ സമയത്ത് അനുമോൾക്കൊപ്പമുള്ളത്. പിന്നെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി നോമിനേഷനാണ്. ആ നോമിനേഷനിൽ നൂറയെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ തൊപ്പി ഗെയിം കളിച്ചതിൻ്റെ ഭാഗമായിട്ട് നൂറയ്ക്ക് 3 ആഴ്ചത്തെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ നൂറ സേവ്ഡ് ആണ്. ആൻഡ് ജിഷിൻ, അവരുടെ ഒരു കഥ പറച്ചിൽ ടാസ്ക് ഉണ്ടായിരുന്നു, അതിൽ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ജിഷിൻ സേവ്ഡ് ആണ്. ഇവരെ രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൂടാതെ ജിഷിൻ ജയിച്ച മത്സരത്തിൽ വൈൽഡ് കാർഡ് എൻട്രീസിൽ വന്നിട്ടുള്ള ബാക്കി 4 പേരും നോമിനേഷനിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. സോ ഈ പറയുന്ന 6 പേരെ കൂടാതെയുള്ള ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നോമിനേഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് വിളിക്കുന്നത് നൂറയാണ്. കാര്യം നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ആ പവർ നൂറ ആദ്യം ഉപയോഗിക്കുന്നത് ആര്യനെതിരെയാണ്. ആര്യനെയാണ് നൂറ നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ ആര്യന് കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആര്യൻ അത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആര്യനും നൂറയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ആദില വരുന്നുണ്ട്. അപ്പോൾ ആദിലയും ആര്യനും തമ്മിലാണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞ് ആദില ആര്യന് ഷെയ്ക്കാൻ്റെ കൂടെ തെണീറ്റ് പോകുന്നു. ഒരു കുഞ്ഞ് എന്താ പറയുക, ഒരു ഞഞ്ഞ വഴക്കെന്ന് പറയുന്ന പോലെ അതങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം ആളുകൾ ഓരോരുത്തരായി കയറി അവർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആളുകളുടെ പേരുകളൊക്കെ പറയുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആദിലയ്ക്കാണ്. പക്ഷേ ആദിലയെ പല ആളുകളും ഇപ്പം നോമിനേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആളുകളെങ്കിലും പറഞ്ഞിട്ടുള്ളത് ആദിലയും നൂറയും ഇപ്പോഴും ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്, ആദില സെപ്പറേറ്റ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് വരാനുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ചില ശ്രദ്ധേയമായ നോമിനേഷൻ റീസണുകളുണ്ട്. അതിനകത്ത് ലക്ഷ്മി പറഞ്ഞ റീസൺ 4-3-7 വോട്ടിൻ്റെ ബലത്തിൽ മാത്രം ഇവിടെ നിൽക്കുന്ന ആളാണ് ആദില എന്നാണ്. ഒന്നുകിൽ ലക്ഷ്മിക്ക് ഈ പരിപാടി മനസ്സിലായിട്ടില്ല, അല്ലെങ്കിലും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം 4-3-7 വോട്ടിൻ്റെ ബലത്തിലാണ് അവളിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതേ 4-3-7 അല്ലെങ്കിൽ കുറച്ച് കൂടുതലും കുറച്ചൊക്കെ ആയിട്ട് കിട്ടുന്ന വോട്ടുകളുടെ ബലത്തിലാണ് അവിടെ ആളുകൾ നിൽക്കുന്നത്. അതാണ് നോമിനേഷൻ പ്രക്രിയ. നമ്മൾ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു, അവരെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് അവരവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. 4-3-7 ആണെങ്കിലും 4-4-8 ആണെങ്കിലും കിട്ടുന്ന ഓരോ വോട്ടും ഇറ്റ് മാറ്റേഴ്സ്. അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ വന്നിട്ട് നാളെ ഇപ്പോൾ ലക്ഷ്മി ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ലക്ഷ്മിക്ക് 4-3-7 വോട്ടാണ് കിട്ടുന്നത് 8 വോട്ടാണോ കിട്ടുന്നതെന്ന് പറയുന്ന ചോദ്യം തന്നെയാണുള്ളത്. അതിൻ്റെ ബലത്തിൽ മാത്രമേ ലക്ഷ്മിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ആ ലക്ഷ്മിയാണ് പറയുന്നത് 4-3-7 വോട്ടിൻ്റെ ബലത്തിലാണ് ആദിൽ അവിടെ നിൽക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നോമിനേഷൻ റീസൺ അത് അനുമോളുടെ ഭാഗത്തു നിന്നാണ്. നമ്മൾ വളരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ് അനുമോൾ ഇനി ആദിലെയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന്. കാരണം തൊട്ട് മുമ്പ് അവർ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ടോക്സിക് ഫാൻസിനും PR ഏജൻസിക്കും ഒക്കെ ഇട്ട് കൊടുത്തത് ശൈത്യയായിരുന്നു. പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് റീസണായിട്ട് പറയുന്നത്. ഇവിടെയും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ളൊരു റീസൺ തന്നെയാണ് അനുമോൾ പറയുന്നത്. കാരണം ഒരു വീക്ക് മുഴുവൻ എൻ്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യത്തിനും നിന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ എന്നെ കള്ളിയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നോക്കൂ. ഞാൻ കള്ളിയല്ല, എന്നെ കള്ളിയാക്കി മാറ്റിയതാണ്. മാത്രമല്ല ഈ ആഴ്ച മുഴുവൻ എൻ്റെ കൂടെ നിന്നിട്ട് ഈ ആഴ്ച നിൽക്കുമ്പോഴൊക്കെയും അറിയായിരുന്നു എന്നെ കള്ളിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഈ ഗെയിം കാണുമ്പോൾ ആദില അനുമോൾക്കൊപ്പം നിന്ന അത്രയും സമയം, ഇപ്പോൾ ശൈത്യമാണെങ്കിലും അനുമോൾക്കൊപ്പം നിന്ന അത്രയും സമയവും അവർ ആത്മാർത്ഥമായിട്ടാണ് നിന്നത്. പക്ഷേ ആ ഗെയിം ഇനി അങ്ങനെ തുടർന്ന് പോകുന്നത് അവർക്ക് ശരിയാവില്ല എന്ന തിരിച്ചറിവിലാണ് അവർ മാറുന്നത്. പക്ഷേ അങ്ങനെ മാറിക്കഴിഞ്ഞാലും ചുമ്മാ അങ്ങനെ പോകാൻ അനുമോൾ നിങ്ങളെ വിടില്ല, എന്നെ ചതിച്ചെല്ലാവരും എന്ന് പറയുന്ന ആ ഒരു
ഒരു സാധനം ഉണ്ടല്ലോ, എന്നാലും എന്നോട് ഈ ചതി ചെയ്തു എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് ആദിലയെ നോമിനേറ്റ് ചെയ്യുന്നത്. മറ്റൊരു കട്ടപ്പയാക്കി ആദിലയെ മാറ്റുക എന്നുള്ളതാണ് അനുമോൾ അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അഭിലാഷ് ആദിലയെ നോമിനേറ്റ് ചെയ്യുന്ന റീസൺ, ഇതൊരു കളിച്ചിരി പരിപാടി പോലെയാണ് ആദില കാണുന്നത്. ഈ ടൂർ വന്നതുപോലെ ഓരോ പരിപാടികളിലും ഇങ്ങനെ നൈസായിട്ട് മൂവ് ചെയ്ത് നൈസായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അഭിലാഷാണ്. അഭിലാഷിനെ സംബന്ധിച്ച് നമുക്കൊരു സ്ട്രോങ് ഗെയിം കാണാനില്ല, ഒരു ഇഷ്യൂവിൽ സ്ട്രോങ് ആയി ഇടപെടുന്നത് നമുക്ക് കാണാനില്ല. ആദ്യത്തെ കുറച്ച് ഷൗട്ടിംഗ് പരിപാടികൾ മാറിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവത്തിൽ ഈ അഗ്രസീവ് ബിഹേവിയറിൽ എവിടെ ഒരു കുറവ് വന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതിൻ്റെ ഭാഗമായി ലാലേട്ടൻ വന്ന് എന്താ മോനെ പറയൂ എന്ന് പറഞ്ഞ് എണീപ്പിച്ച് നിർത്തുന്നതിനപ്പുറത്തേക്ക് അഭിലാഷുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യാനില്ല, അല്ലെങ്കിൽ അഭിലാഷായി ചർച്ച ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനുമില്ല. നൈസായിട്ട് തട്ടിമുട്ടി ഇപ്പോൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഭിലാഷാണ്. അടുത്ത ആൾ അനുവാണ്. അനുവിനെ നോമിനേറ്റ് ചെയ്ത രണ്ട് പ്രശസ്തരായ അല്ലെങ്കിൽ പ്രഗത്ഭരായ രണ്ട് വോട്ടുകൾ, ഒന്ന് അക്ബറിൻ്റേതാണ്, മറ്റൊന്ന് ഷാനവാസിൻ്റെയാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്ത റീസൺ ആണ് അതിൻ്റെ ഏറ്റവും രസമായിട്ടുള്ളത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. ഈ അനുമോൾ ആദ്യം ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരുപാട് കാർഡുകൾ ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പെങ്ങളൂട്ടി കാർഡ് ഇറക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ഈ പെങ്ങളൂട്ടി കാർഡ് ഇറക്കാൻ നോക്കിയത് ഷാനവാസിനോടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബിക്ക വരൂ എന്ന് പറഞ്ഞ് സംസാരിക്കുക. അതുകൂടാതെ അനുമോൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ അനുമോളെ ആളുകൾ ടാർഗറ്റ് ചെയ്ത സമയത്ത് ഒരു ടീമിലാക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അനുമോൾ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഇയാൾ വിചാരിച്ചിരുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് അനുമോൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഷാനവാസിന് മനസ്സിലായി എന്നെ തേച്ചതാണെന്നുള്ളത്. അതുകൊണ്ട് എന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഷാനവാസ് അനുവിനെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. ഷാനവാസ് അടക്കം 4 പേരുടെ വോട്ടുകളാണ് അനുമോൾ ഈ ഒരു വീക്കിലി നോമിനേഷനിൽ വരാൻ വേണ്ടിയിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു നോമിനേഷനിൽ വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത് ബിന്നിയാണ്. ബിന്നിയെ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുപയോഗിച്ച വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഒനിയിലും അഭിലാഷുമാണ്. 2 പേരും ബിന്നിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ചിയർ ഗേൾസ് എന്ന് പറയുന്ന വാക്കാണ്. അവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ അഭിലാഷും ഒനിയിലും തമ്മിൽ കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവർ ആളുകളെ തീരുമാനിക്കുന്നത്. ആ സമയത്ത് ഉപയോഗിച്ച വാക്ക് 2 പേരുടെ ഉള്ളിൽ കുടുങ്ങിയതായിരിക്കും. അതല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ. പക്ഷേ ഇങ്ങനെ കുറേ റീസൺ ഉണ്ടാ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് അത് മനസ്സിൽ പതിയാനുള്ള സാധ്യതയുണ്ട്. അതിലിപ്പോൾ ബിന്നിയെ ടാർഗറ്റ് ചെയ്ത് ആദ്യം മുതലേ തന്നെ ഉണ്ടായിരുന്നൊരു പ്ലെയർ അത് ഒനിയിലായിരുന്നു. ഇപ്പോൾ അഭിലാഷും ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒനിയിൽ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഒന്നുകിൽ അവർ തമ്മിലൊരു ഡിസ്കഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ക്രൂക്കഡാണ്, കുത്തിത്തിരിപ്പാണ്, കണ്ണിങ് ആണ്. ഈ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് നോമിനേഷനിൽ വരുന്ന മറ്റൊരാൾ അത് അഭിലാഷാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം തന്നെയാണ്. കാരണം അഭിലാഷിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും പുറത്തുനിന്നുള്ള ആളുകൾ പ്രേക്ഷകരെ നോക്കി കാണുമ്പോൾ ഈവൻ ലാലേട്ടൻ പോലും അഭിലാഷിനെ കാണുന്ന ഒരു പ്രോബ്ലം സോൾവറായിട്ടാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി അതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിൽ കൃത്യമായൊരു പരിഹാരം പറയുന്നയാൾ എന്നുള്ളതാണ്. പക്ഷേ ഈ ആഴ്ച അഭിലാഷിനെ നോമിനേറ്റ് ചെയ്ത ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം അഭിലാഷ് വളരെ കണ്ണിങ് ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആദില പറയുന്നത് നൂറയ്ക്ക് കിട്ടിയ പവർ അത് അഭിലാഷിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചില കള്ളത്തരങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട്. കള്ളത്തരങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് അഭിലാഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ്. നമ്മൾ ആ ഒരു ഇവൻറ്റ് നടക്കുന്ന ആ എപ്പിസോഡിനെ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിലാഷ് എന്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് അത് എടുക്കുന്നതെന്ന്. കാരണം അഭിലാഷ് ഒരു കുഴപ്പമില്ലടാ, അത് സാരമില്ല, അത് ഗെയിമല്ലേ, ഗെയിമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നൂറയെ ആശ്വസിപ്പിച്ച് വിടാണ്. നൂറ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആശ്വസിപ്പിച്ച് വിടാണ്. അങ്ങനെ ഒരാളാണ് അതിൻ്റെ പേരിൽ ദേഷ്യം, അതുമായി ബന്ധപ്പെട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്ന് ആദില പറഞ്ഞത്. ആ ദേഷ്യം എന്നോട് കൂടി കാണിക്കുന്നു എന്നാണ് ആദില പറയുന്നത്. റെനയും ഇതേ കാരണമാണ് പറയുന്നത്, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ജിസേൽ പറയുന്നത് അവൻ ഭയങ്കര കണ്ണിങ് ആണ്, യാതൊരു ലോയൽറ്റിയും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇമോഷൻസും ഇല്ലാത്ത ഒരാളാണ്. നെവിൻ നോമിനേറ്റ് ചെയ്യുമ്പോഴും പറയുന്നത് സേഫ് സോണിൽ നിൽക്കുന്ന, ഈ കാര്യങ്ങളെ വഴിതിരിച്ച് വിടുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇതിനോട് ചേർത്തിട്ട് നമുക്ക് ബിന്നിയെ നോമിനേറ്റ് ചെയ്ത ഒനിയിലിനെയും അഭിലാഷിനെയും കൂടി ആലോചിച്ച് നോക്കാം. കാരണം ഇവർ 2 പേരും ചിയർ ലീഡർ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന കുത്തിത്തിരിപ്പ്, ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിലൂടെ ആ പ്രശ്നത്തിന് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന കാര്യം നോക്കുമ്പോൾ ഈ ഒനിയിലിനെ ബിന്നിക്കെതിരെ തിരിച്ചു വിടുന്നത് അല്ലെങ്കിൽ ഒനിയിലിൻ്റെ ഉള്ളിൽ ബിന്നിക്കെതിരെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അഭിലാഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നോമിനേഷനിൽ വന്നിട്ടുള്ള വ്യക്തി റെനയാണ്. റെനയെ നോമിനേറ്റ് ചെയ്ത ആളുകൾ പ്രവീൺ, ജിഷിൻ, മസ്താനി, ലക്ഷ്മി.
വളരെ പ്രിഡിക്റ്റബിൾ ആയിരുന്നു ക്ലൈമാക്സ് എന്ന് പറയുന്നത് പോലെയായിരുന്നു. ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ടാർഗറ്റ് ചെയ്യുന്നത് റെനെയാണ് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൽ പ്രവീൺ മാത്രം നോമിനേറ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് റെന ഒരു വേലക്കാരിയായി ഇവിടെ പെരുമാറുന്നു എന്ന് പറയുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ റെനയെ ബാക്കിയുള്ളവരൊക്കെ കൂടി ചേർന്ന് ആക്രമിച്ച വളരെ പ്രധാനപ്പെട്ട ഇപ്പം നൂറയും ആദിലയും ഒക്കെ ചേർന്ന് ആക്രമിച്ചൊരു സംഭവം എന്ന് പറയുന്നത് മസാജ് പാർലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതായത് ജിസൈലിന് മസാജ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത്, അതുപോലെ ഇവരുടെയൊക്കെ വേലക്കാരിയായി നിന്നെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പ്രവീൺ ഉപയോഗിച്ച വാക്ക് വരുന്നത് പോലും ഇയാൾ പുറത്തിരുന്ന് ഈ ഗെയിം കാണുന്ന സമയത്ത് റെനയെക്കുറിച്ചുണ്ടായിരുന്ന ഇമേജ് വെച്ചുകൊണ്ടാണ്. ഇയാൾ ഇപ്പോഴും ഹൗസിനകത്തെത്തിയിട്ടില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ വിലയിരുത്തി നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ള ഗെയിം എന്താണോ അത് വെച്ചിട്ടാണ് പുള്ളി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ വാലിഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അർഹതയുള്ള ഒരു നോമിനേഷൻ എന്ന് പറയുന്നത് അത് നെവിനാണ്. നെവിനെ നോമിനേറ്റ് ചെയ്ത 2 പേര് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ബിന്നി പറയുന്നത് ഒരു സൈഡ് വലിവുണ്ട് ഈ വൈൽഡ് കാർഡ് എൻട്രീസിനോട് എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടി വ്യക്തമായ ആ റീസണിലേക്ക് വരുന്നത് ഷാനവാസാണ്. വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു നെവിൻ്റേത് എന്നുള്ളതാണ്. തീർച്ചയായും എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാമായിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. വളരെ മോശം ക്യാപ്റ്റൻസി, ഈ കഴിഞ്ഞു പോകുന്ന ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻസി നമുക്ക് കാണാൻ പറ്റുന്നത് നെവിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരുപക്ഷെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്റ്റൻ മാറുമായിരിക്കുമെന്ന് തുടക്കത്തിൽ പ്രതീക്ഷ തന്ന ഒരാൾ കൂടിയായിരുന്നു അയാൾ. അക്ബറിനെ നോമിനേറ്റ് ചെയ്ത അനുമോൾ, അത് ശരിക്കും അനുമോളുടെ സ്വന്തം പേര് നോമിനേറ്റ് ചെയ്യണമെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നത് പോലെയുള്ള റീസൺസ് ആണ് പറഞ്ഞത്. അനുമോൾ പറയുന്നത് നല്ലൊരു കണ്ടസ്റ്റൻ്റേ അല്ല ഫസ്റ്റ്. 2, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിടുക. 2 പേർക്കിടെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ സംസാരിക്കുക. ഇതൊക്കെയാണ് അക്ബറിൻ്റെ രീതി എന്നാണ് അനുമോൾ പറയുന്നത്. നമ്മളിത് ആലോചിച്ച് നോക്കുമ്പോൾ ഇതല്ലേ അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെന്ത് നോമിനേഷൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നീട് ഈ പറയുന്ന നോമിനേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നോമിനേഷൻ പവർ ഇല്ലാഞ്ഞിട്ട് പോലും ആ സ്ക്രീൻ സ്പേസിനെ ഏറ്റവും വിദഗ്ധമായി ഉപയോഗിച്ചു. അത് ഗംഭീര പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞ് തോളത്ത് തട്ടാൻ തോന്നിയത് അത് അനീഷിൻ്റെ പ്രകടനമാണ്. അനീഷിന് ഇനി അങ്ങോട്ട് നോമിനേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല, ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ അനീഷ് എണീറ്റ് നിന്ന് എനിക്കെൻ്റെ നോമിനേഷൻ അവിടെ വന്ന് പറയാൻ പാടില്ല എന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആ ഒരു നോമിനേഷൻ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി അനീഷ് 2 പേരെ നോമിനേറ്റ് ചെയ്യുകയാണ്. നോമിനേറ്റ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഇവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് നെവിനാണ്. മോശം ക്യാപ്റ്റൻസി എന്നാണ് പറഞ്ഞത്. ദാറ്റ്സ് 100% ട്രൂ. ആ ഒരു കാര്യത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് ഷാനവാസ് മാത്രമാണ് അങ്ങനെ നെവിൻ ഒരു മോശം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അയാളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അനീഷിൻ്റെ ഒബ്സർവേഷൻ വളരെ കറക്റ്റാണ്. രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. അനുമോളെ നോമിനേറ്റ് ചെയ്തത് അനുമോൾ തന്നെ ഞെട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകും. കാരണം കഴിഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡ് അടക്കം എടുത്ത് നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളിലും അനീഷ് അനുമോളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അനുമോൾ കുക്ക് ചെയ്യാത്തതുമായിട്ടോ മറ്റോ ബന്ധപ്പെട്ട് എല്ലാവരും കൂടി അനുമോളെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ ചെന്ന് അനുമോളെ അന്ന് അങ്ങനെ പറ്റിയത് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് എന്ന് ആശ്വാസവാക്കുകളോട് ചോദിക്കുന്ന അനീഷിനെ നമ്മൾ കണ്ടു. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന അനീഷിനെ നമ്മൾ കണ്ടു. പക്ഷെ അവിടെയൊക്കെയും അയാളുടെ ആവശ്യം അനുമോൾ ഒറ്റപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെട്ട് കളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ളത്. ആ സ്ട്രാറ്റജി അനുമോൾ ഉപയോഗിക്കാൻ അയാൾ സമ്മതിക്കില്ല. അയാൾ കൃത്യമായി അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസിനോടൊപ്പമുള്ള അനുമോളുടെ ആ ഒരു സൗഹൃദം കാണുമ്പോൾ, അതുപോലെ നെവിനുമായുള്ള ഗ്രൂപ്പ് കളിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇനി അനുമോൾക്ക് എന്തായാലും കുറച്ച് കാലത്തേക്ക് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അനുമോളെ കൃത്യമായി നോമിനേറ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും അനീഷിന് കൃത്യമായൊരു ധാരണയുണ്ട് തനിക്കൊരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത്. കാരണം ഈ കഴിഞ്ഞു പോകുന്ന ആഴ്ചയിലൊക്കെ അയാൾ അവിടെ നിലനിൽക്കുന്നത്, അതുപോലെ അയാളെ മറ്റ് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ അയാൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും. അപ്പോൾ അത്രയും നല്ലൊരു ഫാൻ പവർ കയ്യിലിരിക്കുമ്പോൾ അയാൾ എന്തിനത് വേണ്ടെന്ന് വെക്കണം. അങ്ങനെ കൃത്യമായിട്ട് ആ സ്ക്രീൻ സ്പേസിന് ഉപയോഗിച്ച, ആ സിറ്റുവേഷൻ ഉപയോഗിച്ച ഒരാൾ അനീഷാണ്. പക്ഷേ അനീഷ് നോമിനേഷൻ പബ്ലിക്കായി ഡിസ്കസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ റൂൾ ബുക്കൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അനീഷ് റൂൾസിനെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് സാബുമാനും അതുപോലെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഹൗസ് മേറ്റ്സും തമ്മിലുള്ള ഡിസ്കഷനാണ്. റെനയുണ്ട്, ബിന്നിയുണ്ട്, ആദിലയുണ്ട്, അക്ബറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സാബുമാൻ്റെ കളികൾ നമ്മളിനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അക്ബർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെനയാണ് ചോദിക്കുന്നത്, സാബുമാൻ ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ ആദിൽ ചോദിക്കുന്നുണ്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ളത്. അപ്പോൾ സാബുമാൻ്റെ മറുപടി ഇങ്ങനെയാണ്, എനിക്കതിൽ താല്പര്യമില്ല, പക്ഷേ അത് പ്രവീൺ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രവീൺ അനുമോൾ ഒരു ലവ് ട്രാക്കിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അവിടെയൊക്കെയും ഇയാളുടെ ഈ ഒബ്സർവേഷനും സംസാരത്തിലും ഇവരോട് അയാൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ
ആക്ച്വലി ഇയാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, അതിനെ സഭ്യമായ ഭാഷയിൽ അവതരിപ്പിക്കാനും പുള്ളിക്ക് പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിനൊരു ഡബിൾ മീനിങ് വർത്തമാനത്തിലൊക്കെ പറയാൻ വേണമെങ്കിൽ പറ്റുമായിരുന്നു, അനുമോളൊക്കെ പറയുന്ന പോലെ. പക്ഷേ സാബുമാൻ അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് പറയുക, കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ഇതൊന്നും സാബുമാനെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ഈ മച്ചാൻ ഇറങ്ങി കളിക്കുന്നില്ല. അങ്ങനെ ഇറങ്ങി കളിക്കാൻ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലിരുന്ന് കളിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ്. ഇവരും അത് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്ങാനും കളിക്കുമോ, ഇറങ്ങി പോകുമോ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണെന്ന് സാബുമാൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്നാൽ വീട്ടിൽ പോയി കളിക്കേണ്ടി വരും സാബുമാനേന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. സാബുമാൻ്റെ ഒബ്സർവേഷൻ പവർ ഇരിക്കുന്നത് ഇപ്പം റെനയൊക്കെ ചോദിക്കുന്നുണ്ട്. ആര്യനും ജിസയിലും തമ്മിലുള്ള വിഷയത്തിൽ അനുമോൾ പറഞ്ഞ കാര്യം ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും മാറ്റി പറഞ്ഞിട്ടില്ല, അതിൽ തന്നെ ഉറച്ചു നിന്നു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അനുമോൾക്ക് മനസ്സിലായി പെട്ടു എന്നുള്ളത് സാബുമാൻ പറയാണ്. അനുമോൾക്ക് മനസ്സിലായി പെട്ടു എന്നുള്ളത്. പക്ഷേ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പണിയാകും എന്ന് അനുമോൾക്ക് അറിയാമെന്ന്. കാരണം അനുമോൾ ഇപ്പോൾ പറയുകയാണ്, ലാലേട്ട അതെനിക്കൊരു തെറ്റുപറ്റി പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഇപ്പോൾ ഉള്ള ഒരു വലിയ വിഭാഗം ലോയലായിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ട്. അവരെല്ലാവരും വേറെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. ഇപ്പോൾ അനുമോൾ വന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ തയ്യാറാവുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അവരാണ് അനുമോൾ തെറ്റായി കാര്യങ്ങൾ പറയും എന്ന് പറയുന്നൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് അനുമോൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുമോൾ അത് മാറ്റി പറയാതെ പിടിച്ചു നിന്നതാണ്. ആക്ച്വലി അനുമോൾക്ക് തന്നെ മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ റെനെ ചോദിക്കുന്നുണ്ട്, ഈ ആര്യൻ ശൈത്യയുടെ ജീവിതകഥ പറഞ്ഞ സമയത്ത് ചിരിച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അത് വലിയൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് എന്ന് സാബുമാനോട് ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്നത്, അത് ഞാൻ പറയില്ല, കാരണം അത് ഞാൻ പുറത്തുനിന്ന് കണ്ട കാര്യമാണ്. ആ പുറത്തുനിന്ന് കണ്ട കാര്യം ഇവിടെ വന്ന് പറയാൻ പാടില്ല എന്നും ക്ലിയർ കട്ടായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇയാളുടെ കൂടെ വന്ന വൈൽഡ് കാർഡ് എൻട്രീസാണ് പുറത്തുനിന്ന് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞ് എല്ലാം അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ മനുഷ്യൻ വളരെ സ്ട്രെയിറ്റായി മറ്റെല്ലാ ഹൗസ് മേറ്റ്സും ഇരിക്കുമ്പോൾ പറയുന്നത്, അത് ഞാൻ പറയില്ല, പുറത്തുനിന്ന് കണ്ട കാര്യമാണ്. അതുപോലെ അനുമോളുടെ ഭാഗത്തുനിന്ന് ഇയാൾ ഈ ഹൗസിൽ വന്നതിന് ശേഷം സംഭവിച്ച അനുമോളുടെ ലാലേട്ടനുമായിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ച് അയാൾ കൃത്യമായ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറയണമെന്നും എന്ത് പറയേണ്ടെന്നും സാബുമാൻ അറിയാം. റെനെ വീണ്ടും കുത്തി ചോദിക്കുമ്പോൾ അത് മസ്താനിയോട് ചോദിച്ചാൽ മതി, എന്നോട് വേണ്ടാന്ന് പറയുന്നത്. അവിടെയും അയാൾ ആക്ച്വലി പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊരു പ്ലെയർ ഇതേപോലെ ചുമ്മാ ബാഗും തടവി നടന്നിട്ട് കാര്യമില്ല. അയാളൊന്ന് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊരു നല്ല പ്ലെയറെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ചോദ്യം ചെയ്ത കാര്യം, അതായത് ലക്ഷ്മിയുടെ പാൻസ് ഈ ആര്യൻ എടുത്ത്, അതായത് ചുരിദാറിൻ്റെ പാൻ്റ് എന്ന് തോന്നുന്നു, ആ പാൻ്റ് എടുത്ത് ആ ഒരു സെറ്റിൻ്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്തു കൊടുക്കണമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആര്യൻ വളരെ നല്ല കുട്ടിയായിട്ട് ഒരു കുടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് താഴേക്ക് ഇടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആലോചിച്ചത് അവിടെ കുടയുണ്ട്, അവരിയ്ക്കുന്നത് കാണുമ്പോൾ അവിടെ ഒരു വെള്ളമുള്ളതുപോലെയൊക്കെ തോന്നിയിരുന്നു. ചിലപ്പോൾ മഴ ചാറിയിട്ടുണ്ടാവാം, അറിയില്ല. എന്തായാലും മുകളിലുള്ള ആ തുണി അവിടുന്ന് തോണ്ടി എനിക്ക് വേണേൽ കൈകൊണ്ട് പിടിച്ചെടുക്കാമായിരുന്നിട്ടും ആരും ചെയ്തത് അവിടുന്ന് തോണ്ടി താഴേക്ക് ഇടുകയാണ് ചെയ്തത്. വളരെ നല്ല ഒരു ജസ്റ്ററായിരുന്നു അത്. മോളിൽ നിന്ന് തറയിലേക്ക് തന്നെ ഇടുക എന്ന് പറയുന്ന അവിടെ ഒരു പ്രതികാരമുണ്ട്. ഇയാൾ അങ്ങനെയാണ്, പുള്ളിക്ക് ഈ പ്രതികാരം അങ്ങോട്ട് തീരില്ല. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ പ്രതികാരം ചെയ്തത്, എന്നിട്ട് നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞൊരു കോൺവെർസേഷൻ ആദിലയ്ക്കും നൂറയ്ക്കും ഇടയിലാണ് സംഭവിക്കുന്നത്. അതിൽ റെന കളിയാക്കി എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് ആ കോൺവെർസേഷൻ, അത് എക്സാക്ട്ലി മനസ്സിലായിട്ടില്ല. അതായത് റെനയുടെ ഭാഗത്തുനിന്ന് ബിന്നി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഫാമിലി വരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഈ ഫാമിലി കാർഡ് കിട്ടിയ സമയത്ത് അത് നൂറ ബിന്നിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നൂറയ്ക്കാണെങ്കിലും ആദിലയ്ക്കാണെങ്കിലും അവരുടെ ഫാമിലിയിൽ നിന്ന് ആരും വരാനില്ല എന്നുള്ള രീതിയിൽ കളിയാക്കിയതുപോലെയാണ് റെനയുടെ വർത്തമാനത്തിന് അവരെടുത്തിരിക്കുന്നത്. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം റെന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ്. അവരെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മസ്താനി ചെയ്യുന്നതുമായിട്ട് ഒരു വ്യത്യാസമില്ലാത്തൊരു കാര്യമായി പോകും അത്. അപ്പോൾ അത് റെന ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായിപ്പോയി. അപ്പോൾ അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്, അതിൽ നൂറയും സംസാരിക്കുന്നത്, ഈ ഒരു ഫാമിലി വീക്ക് കഴിയുന്നത് വരെ നമ്മൾ പോകാൻ പാടില്ല. നൂറ ചോദിക്കുന്നുണ്ട്, അപ്പം അനാഥാലയത്തിൽ വളർന്നിട്ടുള്ള ഒരാൾ അവരൊരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വരികയാണെങ്കിൽ അപ്പോൾ അവരെ കാണാൻ ആരും വരില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ്. എന്തായാലും ഫാമിലി വീക്ക് കഴിയുന്നത് വരെ അവിടെ തുടരണം എന്ന അവർക്കൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ നൂറയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവരുടെ സിസ്റ്റേഴ്സ്, അവരുടെ ഇളയവരായിട്ടുള്ള ആളുകൾ, അവരെങ്കിലും അവിടെ വന്ന് ഇവരെ കാണണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയതിന് ശേഷം ഇവരുടെ പല കോൺവെർസേഷനിലും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പാനി ശരത്ത് ഇവർക്ക് ആഹാരം വാരി കൊടുക്കുന്ന ഒരു സമയത്ത് പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമായിട്ട് ത്യാഗം ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ അപ്പാനി ശരത്തിൻ്റെ ഫാമിലി വരട്ടെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവർ പറഞ്ഞത്. ഇവിടെയൊക്കെയും ഇവർ ഈ ഫാമിലിയെ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ടൈം. ഇപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിരിക്കും. അത് എവിടെയൊക്കെയോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഫാമിലി വീക്ക് കഴിയുന്നത് വരെ ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ള അവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക്
നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നല്ല കാര്യം. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നു. ആ ടാസ്കിൽ ജയിക്കുന്നത് അഭിലാഷാണ്. പിന്നെ അഭിലാഷാണ് ക്യാപ്റ്റൻ, അതാണ് അവിടുത്തെ വിഷയം. അതിനുശേഷം ഒരു വലിയ വഴക്ക് നടക്കുന്നത് ടീം സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ്. വെസൽ ടീമും അതുപോലെ കുക്കിംഗ് ടീമും ബാത്റൂം ക്ലീനിങ് ടീമും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഒരു വാഗ്വാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ജിസൈലിനെതിരെയും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെയുള്ള ഒരു നിലപാടാണ് അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് എനിക്ക് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അഭിലാഷ് അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതേസമയം ജിസൈൽ അടക്കമുള്ള ആളുകൾ എണീറ്റ് വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ പോലും അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ റെനയുമായിട്ടും ഒക്കെ സംസാരിക്കുന്നത്, ഈ സംസാരങ്ങളിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഗ്രൂപ്പുകളെ തകർക്കുക എന്ന് പറയുന്ന വല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ചെയ്തതെങ്കിൽ പുള്ളി ഉദ്ദേശിച്ച കാര്യം പാളിപ്പോയിട്ടുണ്ടെന്നുള്ളതും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അതല്ല അയാളുടെ ഒരു പാർഷ്യാലിറ്റി, ഒരു ഫേവറിറ്റിസം അതാണ് അവിടെ കാണുന്നതെങ്കിൽ അത് വരും ആഴ്ചയിലെ വളരെ വലിയ വിഷയങ്ങളിലേക്ക് നീങ്ങിയേക്കാം. ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ പൊതുവെ ഈ ടീം തിരിക്കുന്നത് എല്ലാ തവണയും അങ്ങനെ കാണിക്കാറില്ലാത്തതാണ്. പക്ഷേ ഈ ടീം തിരിക്കൽ പരിപാടി മുഴുവനായിട്ടും നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അഭിലാഷിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഒരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അഭിലാഷ് പറയുന്നതിനൊക്കെ എതിർക്കാൻ തയ്യാറായി നിൽക്കുന്ന, അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ജിസൈൽ, ആദില പോലെയുള്ള ആളുകളുണ്ട്. അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റീസൺ പറഞ്ഞുകൊണ്ടാണ് അഭിലാഷിനെ ഈ നോമിനേറ്റ് ചെയ്യുന്നതും പിന്നീട് ഇവരോടുള്ള ഈ സംസാരത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം ഇപ്പുറത്തെ സൈഡിൽ വൈൽഡ് കാർഡ് എൻട്രീസ് ഞങ്ങളുണ്ട് അഭിലാഷേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് വോട്ട് ചെയ്തത്, ഞങ്ങളാണ് ജയിപ്പിച്ചത്. ഈവൻ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ജയിക്കുന്ന സമയത്ത് അയാളെ അഭിനന്ദിക്കാൻ ചുറ്റും കൂടുന്ന ആളുകളിലും ഒക്കെ നമുക്ക് ഈ ഒരു ചായ്വ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അയാളുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള ഒരാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. ആദിലയുടെയും നൂറയുടെയും ഇടയിൽ വീണ്ടും നടക്കുന്ന ആ ഒരു സംഭാഷണം, ഫാമിലി മെമ്പേഴ്സ് വരാനുള്ള അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കൽ, അതിനുശേഷം അനീഷിൻ്റെ പേരാരോ മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അനീഷ് ക്യൂടെക്സോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് കട്ടിൽ തൻ്റെ പേരെഴുതി വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് 36-ാം ദിവസം ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സംഭവകരമായ കാര്യം എന്ന് പറയാൻ അങ്ങനെ ഒരു ഇടിവെട്ട് കാര്യമല്ല. ഇപ്പോഴും ശ്രദ്ധിക്കാതെ തുടരുന്ന ചില കാര്യങ്ങൾ, അതുപോലെ ഇനി വരുന്ന ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങൾ, ഇതിനൊക്കെ കുറിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വരും ദിവസത്തെ എപ്പിസോഡുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാ ദിവസവും വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം ഗെയിമിനെക്കുറിച്ചും സ്ട്രാറ്റജിയെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ പുറത്ത് ഇവരുടെ പേഴ്സണൽ ലൈഫിനെയും ഇവർ പ്രിയപ്പെട്ടവരായി കാണുന്ന ആളുകളെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഈ PR പരിപാടികളോ ഒന്നും അരങ്ങേറാതിരിക്കട്ടെ. നമ്മൾ അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.